പ്രിയ സുഹൃത്തുക്കളെ, വിശേഷാൽ കർഷക സുഹൃത്തുക്കളെ, ഞാൻ ഈ അടുത്ത നാളുകളിൽ ചില വീഡിയോകൾ കാണുകയുണ്ടായി. അതായത് ഹോമിയോ ഔഷധങ്ങൾ സസ്യങ്ങളിൽ ഫലപ്രദമാണോ, അത് ഉപയോഗിക്കാമോ, അത് ഉപയോഗിക്കുന്നതുകൊണ്ട് വല്ല ഗുണവുമുണ്ടോ, അതുപോലെ തന്നെ ഹോമിയോ ഔഷധങ്ങൾ ഒരു വളമാണ്, ഇത് ഉപയോഗിച്ചാൽ പിന്നെ വേറെ യാതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, 1 രൂപ മുടക്കിയാൽ തെങ്ങും കവുങ്ങുമൊക്കെ ഭയങ്കര കായുണ്ടാകും, ഇങ്ങനെയുള്ള പല പരസ്യങ്ങളും ഉൾക്കൊള്ളുന്ന വീഡിയോകൾ കാണുകയുണ്ടായി. ചില കർഷകർ ഇത് ഉപയോഗിച്ചിട്ട് ഫലം കിട്ടാത്തതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്, ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞ് വളരെ നെഗറ്റീവായിരിക്കുന്ന വീഡിയോകളും കണ്ടു. ഇത് അവരുടെ വ്യക്തിപരമായ അനുഭവമായിരിക്കും. എന്നാൽ എന്താണ് ഹോമിയോപ്പതി ഔഷധങ്ങൾ നമ്മുടെ സസ്യ ചികിത്സയിൽ എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം നമുക്ക് അല്പമായി ഒന്ന് ചിന്തിക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഹോമിയോപ്പതി ഔഷധങ്ങൾ മനുഷ്യനിൽ ഫലിക്കുന്നത് പോലെ തന്നെ മൃഗങ്ങളിലും സസ്യങ്ങളിലും ഫലിക്കുമെന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ 50 വർഷമായി ഞാൻ ഹോമിയോ പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ പുൽപ്പള്ളിക്കാരനാണ്. എൻ്റെ ക്ലിനിക്ക് സ്നേഹ ക്ലിനിക്ക് പുൽപ്പള്ളി എന്ന സ്ഥാപനം വാലുമൽ ജ്വല്ലറിയുടെ മുൻവശത്താണുള്ളത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ കൊണ്ട് മനുഷ്യനിൽ എങ്ങനെ ഫലിക്കുന്നു ഔഷധം, അതുപോലെ തന്നെ മൃഗങ്ങളിലും ഫലിക്കും. ധാരാളം മൃഗചികിത്സയും ഞാൻ ചെയ്യാറുണ്ട്. ഇവിടെയുള്ള ആയിരക്കണക്കിന് കർഷകർ മൃഗങ്ങൾക്കുണ്ടാകുന്ന വിവിധതരം രോഗങ്ങൾക്ക്, വീക്കം, അതുപോലെ തന്നെ കുളമ്പ് രോഗം, ത്വക്ക് രോഗം തുടങ്ങിയിരിക്കുന്ന അതിൻ്റെ ഡൈജസ്റ്റീവ് കംപ്ലയിൻറ്റ് തുടങ്ങിയിരിക്കുന്ന എല്ലാം ഔഷധങ്ങൾ വാങ്ങാറും ഉപയോഗിക്കാറുമുണ്ട്. നല്ല റിസൾട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് എന്തുകൊണ്ട് ഇതേ തത്വപ്രകാരം ഇത് സസ്യങ്ങളിൽ ഉപയോഗിച്ചുകൂടാ? ഞാനതേപ്പറ്റി എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഗവേഷണം ചെയ്യുകയും അത് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഈ സസ്യങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന സൂക്ഷ്മ മൂലകങ്ങൾ എല്ലാം ഉപയോഗിച്ച് ഹോമിയോപ്പതിയിൽ ഔഷധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സസ്യങ്ങളിൽ ഏതാണ്ട് 17ഓളം സൂക്ഷ്മ മൂലകങ്ങൾ ആവശ്യമാണ്. പ്രധാന മൂലകങ്ങൾ NPK ആണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ NPK നമ്മൾ മറ്റ് ജൈവവളങ്ങളിലൂടെയും രാസവളങ്ങളിലൂടെയും ഒക്കെ കൊടുക്കുന്നതോടൊപ്പം തന്നെ സൂക്ഷ്മ മൂലകങ്ങളും കൊടുക്കാറുണ്ട്. എന്നാൽ ഹോമിയോപ്പതിയിൽ ഈ ഔഷധങ്ങൾ, അതായത് സൂക്ഷ്മ മൂലകങ്ങളായിരിക്കുന്ന ഇരുമ്പ്, സിങ്ക്, ബോറോൺ, മാംഗനീസ്, ചെമ്പ്, മോളിബ്ഡിനം, ക്ലോറിൻ തുടങ്ങിയിരിക്കുന്ന ഔഷധങ്ങൾ എല്ലാം ഹോമിയോപ്പതിയിൽ മെഡിസിൻ ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ സസ്യങ്ങൾക്ക് ഫംഗൽ രോഗം ഉണ്ടാവാറുണ്ട്, ബാക്ടീരിയ രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ആൻറ്റി ഫംഗൽ മെഡിസിൻ ധാരാളം ഹോമിയോപ്പതിയിലുണ്ട്, ആൻറ്റി ബാക്ടീരിയ ഔഷധങ്ങൾ ഹോമിയോപ്പതിയിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൃത്യമായിരിക്കുന്ന ഒരു അളവിൽ അത് ആവശ്യമുള്ള മരുന്നുകൾ നന്നായി മിക്സ് ചെയ്ത്, അതായത് വേണ്ട അളവിൽ മിക്സ് ചെയ്ത് സസ്യങ്ങൾ ഉപയോഗിച്ചപ്പോൾ നല്ല റിസൾട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 25 വർഷമായി എൻ്റെ പറമ്പുകളിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. കാറ്റുവീഴ്ചയൊക്കെ വന്ന് വെട്ടിക്കളയേണ്ട അവസ്ഥയിലുണ്ടായിരുന്ന ഒരു തെങ്ങുകളൊക്കെ രക്ഷപ്പെടുത്തിയത് ഇപ്പോഴും എൻ്റെ പറമ്പിൽ നിൽപ്പുണ്ട്. നിങ്ങൾക്ക് വന്നാൽ കാണാം. ഞാൻ പള്ളി താഴെങ്ങാടിയിലാണ് താമസിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. ഞാനിതൊരു പരസ്യമായി ഒന്നല്ല ഉദ്ദേശിക്കുന്നത്. എങ്കിൽ ഈ വസ്തുത, ഈ 2 തരത്തിലുള്ള തെറ്റായ വാർത്തകൾ വന്നതുകൊണ്ട് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാൻ, ഇത് ഏതാണ് ശരിയെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിൽ എൻ്റെ എളിയ അറിവ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പ്രധാനമായി മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഹോമിയോപ്പതി ഔഷധങ്ങൾ ഒരു വളമല്ല. ഹോമിയോ വളം എന്ന നിലയിൽ പലരും പരസ്യം ചെയ്യാറുണ്ട്. തീർച്ചയായും ഇതൊരു വളമല്ല, അതിൽ വളവും ഇല്ലതാണ്. അതുപോലെ തന്നെ ഈ ഹോമിയോപ്പതി ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ രോഗങ്ങളും മാറുകയില്ല. ഏത് സസ്യത്തിന് എന്ത് രോഗമാണ് ഉള്ളത് എന്ന്, അല്ലെങ്കിൽ എന്തിൻ്റെ കുറവാണ് അതിനുള്ളതെന്ന് മനസ്സിലാക്കി അതിനാവശ്യമായിരിക്കുന്ന ഔഷധങ്ങൾ മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ വണ്ടർ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും, യാതൊരു സംശയമില്ല. ഇത് തെങ്ങ്, കവുങ്ങ്, വാഴ, അതുപോലെ നമ്മുടെ പച്ചക്കറികൾ തുടങ്ങിയിരിക്കുന്ന എല്ലാ സസ്യങ്ങൾക്കും ഒരു പ്രതിരോധമായാണ് ഇത് പ്രധാനമായി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു കോമ്പൗണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സസ്യങ്ങൾക്കൊരു പ്രതിരോധ ശക്തി ലഭിക്കും.
അത് മുഖാന്തരം അതിൽ ചില രാസപരിവർത്തനങ്ങൾ വരുന്നതുകൊണ്ട് പലതരം കീടങ്ങളും അതിൽ വരാതിരിക്കും. അപ്പോൾ അതാണ് ഇത് സംഭവിക്കുന്നത്. അതിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുന്നു. മനുഷ്യരിലും മൃഗങ്ങളിലും അത് തന്നെയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതും പ്രവർത്തിക്കും എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഈ ഹോമിയോ ഔഷധങ്ങൾ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടാത്തതിൻ്റെ മറ്റൊരു കാരണം, ഇത് അതിസൂക്ഷ്മങ്ങളായിരിക്കുന്ന കണങ്ങൾ മാത്രമേ ഹോമിയോപ്പതിയിലുള്ളൂ. അതിൻ്റെ ശക്തിയെ കുറയ്ക്കുന്നതിന് പല ഘടകങ്ങളുണ്ട്. പ്രത്യേകിച്ച് രാസവസ്തുക്കൾ ഉപയോഗിച്ച പാത്രങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പമ്പുകളിൽ, കീടനാശിനികൾ ഉപയോഗിച്ച പമ്പുകളിൽ ആണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഫലം കുറയും. നമ്മളത്തരം പമ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ധാരാളം വെള്ളവും സോപ്പും ഒക്കെ ഉപയോഗിച്ച് കഴുകി ഉണക്കിയതിന് ശേഷം മാത്രമേ അതിൽ ഉപയോഗിക്കാവുള്ളൂ. രണ്ടാമത്, മിക്സ് ചെയ്യുന്ന വെള്ളം വളരെ ശുദ്ധിയുള്ള വെള്ളമായിരിക്കും. കാരണം വളരെ ചെറിയ ഔഷധമേ ഇതിൻ്റെ അകത്തുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ തുള്ളിമരുന്നുകളാണ് കൂടുതൽ ഫലപ്രദമായി ഞാൻ കണ്ടത്. ഗുളികകളും ഫലപ്രദമാണ്. പ്രത്യേകിച്ചും വലിയ സസ്യങ്ങളിലല്ല, തെങ്ങ്, കവുങ്ങ്, അതുപോലെ തന്നെ വാഴ തുടങ്ങിയിരിക്കുന്ന സസ്യങ്ങളെല്ലാം അതിൻ്റെ ഡ്രോപ്സുകൾ വെള്ളത്തിൽ നന്നായി ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഫലം കിട്ടാറുണ്ട്. അല്ലെങ്കിൽ ഗുളികയാണെങ്കിലും അത് നന്നായി ഡൈല്യൂട്ട് ചെയ്യണം. എങ്ങനെ ഡൈല്യൂട്ട് ചെയ്യാം? നല്ല വൃത്തിയുള്ള ഒരു പാത്രം എടുക്കുക. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴുകി ഉണക്കി വൃത്തിയാക്കിയ പാത്രങ്ങളാണ് നല്ലത്. അത് പ്ലാസ്റ്റിക് പാത്രങ്ങളായാലും കുഴപ്പമില്ല, അതാണ് നല്ലത്, കുറച്ചുകൂടെ ഇപ്പോൾ. അതിനുശേഷം ശുദ്ധമായ വെള്ളം എടുക്കുക. ശുദ്ധമായ വെള്ളത്തിലാണ് ഈ ഔഷധങ്ങൾ അലിയിക്കേണ്ടത്. നമ്മൾക്കൊരു ചെറിയ കൂട്ടെടുത്തിട്ട് ഒരു 4-5 ലിറ്റർ വെള്ളത്തിലേക്ക് ഈ ഔഷധങ്ങൾ, തുള്ളിമരുന്നാണെങ്കിലും ഗുളികയാണെങ്കിലും ഒഴിച്ച് നമ്മൾ ക്ലോക്ക് വൈസിൽ 1 മിനിറ്റ് ഒരു ചുഴി ഉണ്ടാകുന്നവരെ നന്നായി ഇളക്കുക. നല്ല വൃത്തിയുള്ള ഒരു ഇളക്കുന്ന കമ്പുകളാണെങ്കിലും വളരെ അതും വൃത്തിയുള്ളതായിരിക്കും. അതിന് ശേഷം അപ്പോൾ തന്നെ അതിനെ ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ച് ഇളക്കുക. അത് ഒരു ചുഴി ഉണ്ടാകുന്നവരെ അങ്ങനെ 2-3 പ്രാവശ്യം നന്നായി മിക്സ് ചെയ്യുമ്പോൾ ഹോമിയോ ഔഷധങ്ങൾ അതിൽ നന്നായി കലരും. ഇത് നമ്മൾക്ക് വലിയ തെങ്ങുകളിലൊക്കെ ആണെങ്കിൽ 2 വിധത്തിൽ ഉപയോഗിക്കാം. അതിൻ്റെ 1-2 ഭാഗത്തെ അല്പം മണ്ണ് മാന്തി വേരുള്ള ഭാഗത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് അളവ് കൂടുതൽ വേണ്ടി വരും. ഒരു വലിയ തെങ്ങുകൾക്കാണെങ്കിൽ ഒരു 4 ലിറ്ററെങ്കിലും 2 സൈഡിൽ ഒഴിക്കേണ്ടി വരും. അതല്ലെങ്കിൽ അതിനേക്കാൾ എളുപ്പവും ഫലപ്രദവുമായി ഞാൻ കണ്ടത്, അതിൽ നിന്ന് 1/2 ലിറ്റർ വീതം എടുത്ത് 2 പ്ലാസ്റ്റിക് വൃത്തിയുള്ള ബോട്ടിലിൽ എടുത്ത് അതിൻ്റെ ഒരു സൈഡിലെ 2 വേരുകൾ മാന്തിയെടുത്ത് ഈ വേര് ഈ കുപ്പിയിലേക്ക് ഇറക്കി വെച്ച് അതിനെ അവിടെ ഭദ്രമായി ഒരു കവർ ചെയ്ത് വെക്കുക. ചെടി അത് ആവശ്യമുള്ളത് വെള്ളം വലിച്ചെടുത്തോളൂ. നല്ല റിസൾട്ട് കിട്ടും. പിന്നെ തെങ്ങുകളുടെ കവിളിൽ ഒഴിക്കാം, വാഴയുടെ കവിളിൽ ഒഴിക്കാം. ഈ തെങ്ങിൻ്റെ കവിളൊഴിക്കൽ അത്ര ഫലപ്രദമല്ല, എങ്കിലും അങ്ങനെ ചെയ്യാൻ കഴിയുന്നവർക്ക് ചെറിയ തെങ്ങുകൾക്കെല്ലാം കവിളിലൊഴിക്കുന്നത് നല്ല റിസൾട്ട് കിട്ടും. ഉറപ്പായിട്ടും വാഴയുടെ കവിളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു കീടനാശിനികൾ ഉപയോഗിക്കാതെ ഞാൻ കൃഷി ചെയ്ത വാഴ ഇപ്പോഴും എൻ്റെ പറമ്പിൽ നിൽപ്പുണ്ട്. നിങ്ങൾക്ക് വന്ന് കാണാം. അപ്പോൾ ഇതാണ് അതിൻ്റെ വസ്തുത. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, കർഷക സുഹൃത്തുക്കളെ, വിശേഷാൽ ഇത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് കിട്ടും. അത് മനുഷ്യനിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് മൃഗങ്ങളിലും ഉപയോഗിക്കുന്നത്. ഇതിലെ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് അതിസൂക്ഷ്മങ്ങളായ കണികകളുടെ മോളിക്യൂളിൻ്റെ പ്രിൻ്റുകൾ മാത്രമേ ഹോമിയോപ്പതിയിൽ ഒരു 30ാമത്തെ ആവർത്തനത്തിൽ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ മീഡിയം പൊട്ടൻസിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. തീരെ കുറഞ്ഞ ആവർത്തനം ഫലപ്രദമല്ല, കാരണം സസ്യങ്ങൾക്കത് അംഗീകാരം ചെയ്തെടുക്കാൻ കഴിയില്ല. അവഗാഡോ നമ്പർ ആയിരിക്കുന്ന 12ാമത്തെ ആവർത്തനം കഴിഞ്ഞാൽ ഏത് വസ്തു കൊണ്ടാണോ മരുന്നുണ്ടാക്കുന്നത് അതിൻ്റെ ഒരു കണിക പോലും അതിലുണ്ടാകില്ല എന്നാണ് ഗവേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഹോമിയോ മരുന്ന് അതിൻ്റെ ശക്തി ലഭിക്കണമെങ്കിൽ 12ാമത്തെ ആവർത്തനത്തിൽ മുകളിലായിരിക്കും. അതുകൊണ്ട് മീഡിയമായ ഒരു 30ാമോ ആവർത്തനമോ 200 ആവർത്തനമോ മരുന്നുകൾ നല്ല കമ്പനിയുടെ, ഏറ്റവും ലോക്കൽ കമ്പനിയുടെ അല്ല, നല്ല കമ്പനിയുടെ മരുന്നുകൾ വാങ്ങി മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇതൊരു സർവ്വരോഗ സംഹാരിയല്ല, ഇതൊരു വളമല്ല, ഇത് വിഷമല്ല.
ഇത് മനുഷ്യൻ കഴിക്കുന്ന ഔഷധങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് ആണ് അതിൻ്റെ സത്യം. ഇത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നെന്ന് മാത്രം. എൻ്റെ ഫോൺ നമ്പർ ഇതിൽ കൊടുക്കും. നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ എൻ്റെ ചെറിയ സ്ഥലമൊന്ന് കാണാനും നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. എനിക്കറിയാവുന്ന വിവരങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. ഞാൻ ഡോക്ടർ കെ പി ലൂക്കോസ്, സ്നേഹ ക്ലിനിക്, പുൽപ്പള്ളി.